നമസ്കാരം. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾക്ക് വേണ്ടിയാണോ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണോ? അതുകൊണ്ട് നിങ്ങൾ ഏത് ബിസിനസ്സുകാരനായാലും ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫാമിലിക്കാണ്. അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികൾ, അവർക്കാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം അതിന് ചിലവഴിക്കേണ്ടി വന്നാൽ തീർച്ചയായും അത് ചിലവഴിച്ചിട്ട് മറ്റു സമയത്തിൽ നിങ്ങൾക്ക് ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. കാരണം ബിസിനസ് എന്നതിൽ നിങ്ങൾക്ക് സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യും. നമ്മൾ ഏത് സ്ഥലത്തിരുന്നാലും മൊബൈൽ കയ്യിലുള്ളതുകൊണ്ട് അതെല്ലാം നോക്കാനും പറയാനും സംസാരിക്കാനും സാധിക്കും. പക്ഷേ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ട കാര്യം നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതാണ് ഫാമിലിയെ സംബന്ധിച്ചോളം ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ അച്ഛൻ നമ്മളെ ചെറുപ്പത്ത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയതും നമ്മളെ നോക്കിയതും ലീവ് എടുത്ത് നമ്മളെക്ക് വേണ്ടി പനി വന്നപ്പോൾ കൂടെ ഇരുന്നതും ഇതെല്ലാം നമുക്ക് മറക്കാൻ കഴിയില്ല. ഇന്ന് നമ്മളൊരു ബിസിനസ്സുകാരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഉപരിയാണ് നമ്മുടെ കുടുംബം. ആദ്യം നമ്മൾ കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കണം. ശനിയും ഞായറും നമ്മൾ കുടുംബത്തിന് വേണ്ടി സമയം മാറ്റിവെക്കണം. ഇന്ന് ടെക്നോളജി ഡെവലപ്പായതുകൊണ്ട് തീർച്ചയായിട്ടും ബിസിനസ്സുകാർക്ക് ഇതെല്ലാമേ ഇനി ചെയ്യാൻ കഴിയും. അച്ഛനും അമ്മയും നമ്മുടെ ഫാമിലിയാണ് നമുക്ക് ആദ്യമായി നോക്കേണ്ടത്. ബിസിനസ് നോക്കുന്നതിന് നമ്മളെ സ്റ്റാഫിനെ നിയോഗിക്കും. സ്റ്റാഫിന് അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, ഇൻസ്ട്രക്റ്റ് ചെയ്യുക. അവരിൽ നിന്നും ആ ചെയ്യുന്ന കാര്യങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു അച്ഛനും അമ്മയുമാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മുടെ കുട്ടികളും ഭാര്യ എന്നുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കണം. നമ്മൾ ബിസിനസ് ഉണ്ടാക്കി പണം കൊണ്ടുവന്ന് കുടുംബത്തിൽ കൊടുക്കുമ്പോൾ കുടുംബത്തിലെ ആൾക്കാർ സന്തോഷമായിട്ടിരിക്കണം. പണം മാത്രമല്ല ജീവിതം. ഇരിക്കുമ്പോൾ എല്ലാം കുടുംബത്തിൽ എല്ലാവരും സന്തോഷമായി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ബിസിനസ്സിന് പോയി ഇറങ്ങുമ്പോൾ നമുക്ക് ആ സന്തോഷം കിട്ടും. സ്റ്റാഫിനെയും സന്തോഷപ്പെടുത്തണം. അവരെയും നമ്മൾ വന്നിട്ട് മോണിറ്റർ ചെയ്യണം. നമ്മുടെ കൂടെ നിൽക്കാൻ നോക്കണം. ആദ്യത്തെ സ്റ്റാഫ് എത്ര കാലം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമോ അതാണ് നിങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റ് ബിസിനസ്സിൻ്റെ. ഒരു സ്റ്റാഫ് ജോയിൻ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റാഫിനോട് ചോദിക്കുന്നത് നീ എത്ര കാലം ഇവിടെ വർക്ക് ചെയ്തു? അതാണ് നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. പണവും കാശുമല്ല നമുക്ക് ക്രെഡിബിലിറ്റി. നമ്മുടെ കൂടെ എത്ര വർഷം ജോലി ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്നേഹിച്ചാൽ തീർച്ചയായും അവർ നമ്മളെ സ്നേഹിക്കും. എല്ലാ സ്റ്റാഫും നമ്മളോട് പെരുമാറുന്നത് സ്നേഹത്തോടെയാണെങ്കിൽ ആ സ്നേഹം നിലനിർത്താൻ നമ്മൾ നോക്കണം. സ്നേഹമാണ് ഏറ്റവും വലിയ കാര്യം നമ്മളാൽ കൊടുക്കപ്പെടാൻ പറ്റുന്നത്. ആ സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ തീർച്ചയായും അവരിൽ നിന്നും ആ സ്നേഹം നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായും ഓരോ ബിസിനസ്മാനോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത് അച്ഛൻ, അമ്മ, നമ്മുടെ കുടുംബം, ഇതിന് നമ്മൾ തീർച്ചയായിട്ടും സമയം ചെലവഴിക്കണം. കൂടാതെ നമ്മൾ സ്പിരിച്വാലിറ്റിയും ഉണ്ടാകണം. എല്ലാ റിലീജിയനിലും സ്പിരിച്വാലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനും സമയം കണ്ടെത്തണം. നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ തീർച്ചയായും വീട്ടിൽ വന്ന് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഓഫീസ് കാര്യം ഓഫീസോടെ നിർത്തണം. അതിന് നമ്മൾ ഓഫീസിൽ ആ സമയത്തിന് മുമ്പ് കാര്യങ്ങൾ ചെയ്യാൻ ടൈം മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയും. ആദ്യമായി നമ്മൾ വിചാരിക്കണം നമ്മളെല്ലാം സക്സസ്ഫുൾ ബിസിനസ്സാണ്. ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കുക. ഞാൻ ആരംഭിച്ചപ്പോൾ ഞാൻ ആരായിരുന്നു, ഇന്ന് ഞാൻ ആരായി, നാളെ ഞാൻ ആരാകും. ഇത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ നമ്മൾ എഴുതേണ്ട 3 കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് എഴുതി കഴിയുമ്പോൾ തന്നെ അറിയാം നിങ്ങളൊരു സക്സസ്ഫുൾ ബിസിനസ് ആളുകളാണ്. കൂട്ടത്തിൽ ഇപ്പോഴത്തെ പുതിയ ട്രെയിനേഴ്സും കാര്യങ്ങളെല്ലാം ട്രെയിനിങ് തരുന്നതും വളരെ നല്ലൊരു ട്രെയിനിങ്ങാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ആ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. കാരണം അവരും പുസ്തകത്തിൽ നിന്ന് പഠിച്ച് പറയുകയാണെങ്കിൽ പോലും ഈ പുസ്തകത്ത് പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഇത്തരം ട്രെയിനേഴ്സ് ഞാൻ വളരെ വീഡിയോസും കുറേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ്.
വളരെ ലഘൂകരമായ ഭാഷയിൽ പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പുള്ളി തന്നെ പറയുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയതെല്ലാം എഴുതി വെച്ച പുസ്തകം തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ആ പുസ്തകം എടുത്ത് വായിച്ച് നിങ്ങൾക്കിത് അറിവ് നൽകാൻ കഴിയുന്നതിൽ ഒരു കാര്യത്തിൽ നമ്മൾ തീർച്ചയായും പുള്ളി അഭിനന്ദിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ വ്യത്യാസങ്ങൾ നമ്മൾ മറന്നുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ കിങ്സ് ക്ലബിൻ്റെ കാര്യങ്ങളോ മറ്റുള്ള എല്ലാം നല്ലൊരു പ്രവർത്തനമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലത്ത് എഴുന്നേറ്റ് ബിസിനസ്മാൻമാർക്ക് എങ്ങനെ ഒരു മോട്ടിവേഷൻ നൽകുക, അത് തീർച്ചയായിട്ടും ഉത്തേജനം നൽകും. പക്ഷെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ഫാമിലി ലൈഫിനെ എക്കാരണം കൊണ്ടും ബാധിക്കാൻ പാടില്ല. ബിസിനസ് ഈസ് ബിസിനസ്, ബട്ട് ഫാമിലി ഈസ് ഫാമിലി. എന്നും എപ്പോഴും നമുക്ക് വേണ്ടത് നമ്മുടെ ഫാമിലിയാണ്. ഫാമിലി സന്തോഷമായാൽ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്സും നിങ്ങൾക്ക് സക്സസ് ആക്കാൻ. നിങ്ങളുടെ തൊഴിലാളികളുടെ സ്നേഹവും അവരുടെ അനുഗ്രഹവുമാണ് നിങ്ങളുടെ വളർച്ച. മരത്തിന് വയ്ക്കാൻ ശ്രമിക്കുക. മരം വളരെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലൈമറ്റിനെ കുറിച്ച് നമ്മളെല്ലാവരും ഭൂമിയെക്കുറിച്ചും ചിന്തിക്കണം. നെറ്റ് സീറോ കമ്മിറ്റ് ചെയ്യണം. നമ്മൾ ഭൂമിയുടെ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചെയ്തു തുടങ്ങണം. നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ഒരു കാലവർഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് മരം വയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക.